ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തിരച്ചിൽ. ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാകും തെരച്ചിലുണ്ടാവുക. പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കും. 8 മണിയോടെ തെരച്ചിൽ ആരംഭിക്കും. 9 മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തെരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ. നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. ചൂരൽമലയിൽ നിന്ന് ഡാൻ കുര്യനും ഒപ്പം ബെയിലി പാളത്തിൽ നിന്ന് മിഥുൻ എം ജിയും നമുക്കൊപ്പം ചേരും. ഞാൻ ആദ്യം ഡാൻ കുര്യനിലേക്കാണ് പോകുന്നത്. ഡാൻ അവിടെ ചൂരൽമലയിലുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് വീണ്ടും ആ ജനകീയ തിരച്ചിൽ തുടരുകയാണ് വയനാട്ടിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 8 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുമല്ലേ? ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഇത്തരത്തിലുള്ള ജനകീയ തിരച്ചിലുണ്ടായിരുന്നു. അന്ന് 4ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തി. കാരണം ആ നാട്ടുകാർ വീണ്ടും അവരുടെ പ്രിയപ്പെട്ടവർക്കായി ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അവർ എവിടെയാണ് എന്ന് ആരേക്കാളും പറയാൻ സാധിക്കുക ഒരുപക്ഷെ അവർക്ക് തന്നെയായിരിക്കും. കാരണം ആ നാടിനെ അത്രമേൽ അടുത്തറിഞ്ഞവർ മറ്റാരും ഉണ്ടാവില്ല, അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, അതായത് ഈ ദുരന്തമുണ്ടായി ഇത്രയധികം ദിവസം പിന്നിടുമ്പോൾ രക്ഷാദൌത്യം വളരെ ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനകീയ തിരച്ചിൽ എന്നൊരാശയം വരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഈ ജനകീയ തിരച്ചിൽ നടക്കുന്നതും. പക്ഷേ പ്രധാനമന്ത്രി ഇന്നലെ ഇവിടേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടെന്ന് നേരത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇന്നതല്ല സാഹചര്യം. രാവിലെ 8 മണിക്ക് ജനകീയ തിരച്ചിൽ ആരംഭിക്കുകയാണ്. 8 മണിക്ക് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇവിടെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകാനായി ഇവിടേക്ക് എത്തും. 9 മണിവരെ മാത്രമാണ് ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുള്ളൂ. 9 മണി കഴിഞ്ഞ് ആരെയും അതിന് അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഈ തെരച്ചിലിൽ പോകുന്ന ആളുകളുടെ ഒരു സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാവിലെ 9 മണി വരെ മാത്രം ഈ രജിസ്ട്രേഷൻ അങ്ങനെ വെച്ചിരിക്കുന്നതെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പോലീസിനും അഗ്നിശമന സേനയ്ക്കും NDRFന്റെ ഉദ്യോഗസ്ഥർക്കും ഇവിടെ തുടരുന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും ഒപ്പം വിവിധ സംഘങ്ങളായി, ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ പ്രവർത്തകർ അവരെല്ലാവരും ഒരുമിച്ച് അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ജനകീയ തെരച്ചിൽ എന്നൊരാശയം ഇവിടേക്ക് യാഥാർത്ഥ്യമാക്കാൻ, പ്രായോഗികമാക്കാൻ അവർ തയ്യാറെടുക്കുന്നതും. അതിന് മുന്നോടിയായിട്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ വാഹനങ്ങൾ അത് ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മാത്രമാണ്, ഈ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് ചൂരൽമലയിലേക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന കവാടത്തിൽ, ബെയിലി പാലത്തിന് ഒരു 200 മീറ്റർ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടേക്ക് പ്രവേശനം ഈ സേനാ വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് മാത്രമാണ്. മറ്റെല്ലാവരെയും ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് തടയുകയാണ്. അവിടെ നിന്ന് നടന്നു വേണം ഇവിടേക്ക് എത്താൻ. എന്നിട്ട് വരിവരിയായി എത്തുന്ന ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് നേരെ ഈ തെരച്ചിലിന് വേണ്ടി പോകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അഗ്നിരക്ഷാസേനയുടെ അംഗങ്ങൾ അവരെത്തിയ വാഹനത്തിൽ നിന്ന് ഈ തെരച്ചിൽ നടത്താൻ പോകുന്ന സ്ഥലത്തേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഡാൻ, അതാണ് സാഹചര്യം. ഡാൻ, ഇന്ന് പ്രധാനമായും 6 സോണുകളായി തിരിച്ചാണല്ലേ തിരച്ചിൽ തുടങ്ങുക, അല്ലേ ഡാൻ? സ്വാഭാവികമായി കഴിഞ്ഞ ദിവസവും 6 സോണുകളായി തിരിച്ചു തന്നെയായിരുന്നു തെരച്ചിൽ നടന്നത്. നമുക്കറിയാം, ഈ പുഞ്ചിരിമട്ടത്തും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലുമാണ് ഏറ്റവും അധികം ആളുകൾ, ഏതാണ്ട് 133 പേരെ കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. സ്വാഭാവികമായി ഈ 2 മേഖലകളെ കുറിച്ച് അറിയാവുന്ന ആളുകൾ അവരെ കൂടി ഈ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ മേഖലകളിൽ തെരച്ചിൽ നടത്താൻ സ്വതമേ തയ്യാറായിരിക്കുന്ന ആളുകളെ കൂടി, അവരെ ആരും നിർബന്ധിക്കുന്നില്ല, അവരെ കൂടി, അതായത് ഈ പ്രദേശത്തെക്കുറിച്ചും അവിടെ താമസിക്കുന്ന ആളുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ആളുകൾ കൂടി തെരച്ചിലിൽ പങ്കാളികളായാൽ അത് ഈ ദൌത്യം കൂടുതൽ ഒരു ഫലപ്രാപ്തിയിലെത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ കടന്നതും. സ്വാഭാവികമായി പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ സൂചിപ്പാറ, കാന്തൻപാറ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ പരിശോധന നടക്കുന്നുണ്ട്. നാളെ സൈന്യം വ്യാപകമായ പരിശോധന
ഈ നമുക്കങ്ങോട്ട് നടന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. മറ്റ് തുണിയിലും മറ്റും എടുത്തുകൊണ്ട് വരുന്നതിന് പ്രായോഗികമായ ഏറെ ബുദ്ധിമുട്ടുകൾ ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടുണ്ട്. മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ DNA പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്താണ് മൃതദേഹങ്ങൾ ആശുപത്രികളിലേക്ക് മാറ്റിയത്. സ്വാഭാവികമായി ഇന്നും 6 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പരിശോധന. അതിൽ തന്നെ സെന്റിനൽ റോക്സിന് സമീപത്ത് വലുതായി, അതായത് ഈ നദിയുടെ ഗതി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ പുഴ വലിയ തരത്തിൽ ഒഴുകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്, ഇപ്പോൾ അതിന്റെ വീതി ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് സെന്റിനൽ റോക്സിന് സമീപത്താണ്. അവിടെയാണ് വലിയ തരത്തിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഗർത്തങ്ങളിൽ മുകളിൽ മണ്ണാണ്, പക്ഷേ ആ മണ്ണിൽ ചവിട്ടിയാൽ പുതഞ്ഞ് താഴേക്ക് പോകുന്ന തരത്തിൽ വലിയ ചതുപ്പ് രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കൂടുതലായി അടിഞ്ഞിട്ടുണ്ടാകാമെന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം കടാവർ നായ്ക്കൾ അടക്കമെത്തി പരിശോധന നടത്തുമ്പോൾ ഈ സ്ഥലങ്ങളിൽ കൃത്യമായി ചില പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് തെർമൽ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ മണ്ണിൽ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഒരു വശത്ത് നടന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഹിറ്റാച്ചികളുടെ സഹായത്തോടെ മണ്ണ് നീക്കിയും കല്ല് നീക്കിയുമായിരിക്കും പരിശോധന നടത്തുക. 6 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇന്നും ഈ തെരച്ചിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് നടക്കുന്ന ഈ ജനകീയ തെരച്ചിലിലൂടെ കണ്ടെത്താൻ കഴിയുന്ന പരമാവധി ആളുകളെ കണ്ടെത്താൻ കഴിയും. അവരെ കാണാതായവരെ കുറിച്ച് വ്യക്തമായ ഒരു സൂചന കിട്ടുമെന്നൊരു പ്രതീക്ഷ അധികൃതർക്കുണ്ട്. സ്വാഭാവികമായി ഇത്രയധികം ദിവസം പിന്നിടുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം ഇപ്പോഴും തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി സൈന്യം നാളെ നടത്താൻ പോകുന്ന വ്യാപകമായ തെരച്ചിലിന് മുൻപ് ജനകീയമായ തെരച്ചിൽ ഇന്ന് നടത്തുമ്പോൾ അത് ഫലം കാണുമെന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ ദിവസങ്ങൾ പിന്നിടും തോറും ഈ ആളുകളെ അവിടെ നിന്ന്, അതായത് ഈ മണ്ണിൽ പുതഞ്ഞു പോയിരിക്കുന്ന മനുഷ്യ ശരീരഭാഗങ്ങൾ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസ് സെർച്ചിങ്ങിലേക്ക്, വ്യാപകമായ ഒരു തെരച്ചിലേക്ക് മാറാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയും രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥ സംഘവുമൊക്കെ എത്തിച്ചേർന്നത്. ഡാന, അത്തരത്തിലൊരു തീരുമാനം അത് തീർത്തും സ്വാഗതാർഹം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ജനകീയ തെരച്ചിലുണ്ടായിരുന്നു. അന്നും 4ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. ഇന്നലെയും ഇതേപോലെ നേരത്തെ സൂചിപ്പിച്ച 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇത്തരത്തിൽ ജനകീയ തെരച്ചിലിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ്, അവരെ കണ്ടെത്താൻ ഒരു പക്ഷേ സൈന്യമൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഊർജ്ജത്തോടു കൂടി ഒരു പക്ഷേ അവർക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇറങ്ങാൻ സാധിക്കും. കാരണം അവരുടെ വേണ്ടപ്പെട്ടവരാണ്. അവരുടെ വേണ്ടപ്പെട്ടവരെ അവസാനമായി ഒരു നിമിഷമെങ്കിലും ഒന്ന് കാണാനെങ്കിലും സാധിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ആ ദുരന്തത്തെ അഭിമുഖീകരിച്ചവർ തന്നെ ആ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവർക്കായിരിക്കും ഒരു പക്ഷേ തങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഏത് ഭാഗത്തായിരിക്കാം എന്ന് മറ്റാരേക്കാളും കണ്ടെത്താൻ സാധിക്കുക അവർക്കായിരിക്കും. പക്ഷെ എത്ര ആളുകൾക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങാൻ സാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. കാരണം അവർ കണ്ട നാട് അങ്ങനെയായിരുന്നില്ല, അവരുടെ വേണ്ടപ്പെട്ടവർ അങ്ങനെയായിരുന്നില്ല. അപ്പോൾ എത്രമാത്രം ആളുകൾക്ക് എവിടേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നത് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ആ ഒരു മനസാന്നിധ്യം കൊണ്ട് വേണ്ടപ്പെട്ടവരെ കണ്ടെത്താൻ സാധിക്കും. അതുതന്നെയാണ് ഈ ജനകീയ തിരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനകീയ തിരച്ചിൽ കൊണ്ട് ഉണ്ടാകുന്നൊരു ഗുണവും അതുതന്നെയാണല്ലേ? സ്വാഭാവികമായി ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് കണ്ട സ്ഥലങ്ങളോ കണ്ട അവസ്ഥകളോ കണ്ട സാഹചര്യങ്ങളോ ഒന്നും അല്ല അവർക്ക് ഇനി അങ്ങോട്ട് അവിടേക്ക് എത്തി ഈ കാഴ്ചകൾ, ദയനീയമായി ഈ കാഴ്ചകൾ നേരിൽ കാണുമ്പോൾ സ്വാഭാവികമായി അതിന്റെ വേദന, അതിന്റെ ദുഃഖം അതൊക്കെ ഉള്ളിൽ ഒതുക്കി കടിച്ചമർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഈ ക്യാമ്പുകളിൽ നിന്ന് ഏതാനും ആളുകൾ ഈ പ്രദേശങ്ങളിലേക്ക്, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല പ്രദേശങ്ങളിലേക്ക് എത്തിയത്. സ്വാഭാവികമായി ഈ എത്ര വൈദഗ്ധ്യം നേടിയ ആളുകൾ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകാൻ ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് എത്തിയാലും ഈ ഭൂപ്രകൃതിയെക്കുറിച്ച്, പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉള്ള ആളുകൾ ആ ദൌത്യത്തിന് നേതൃത്വം നൽകുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ സ്വാഭാവികമായി ഈ രക്ഷാദൌത്യം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ മറ്റൊരു സംഘം, അല്ലെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയമില്ലാത്ത ഒരു സംഘം ഇവിടേക്ക് വന്ന് നടത്തുമ്പോൾ ഉണ്ടാകില്ല. മാത്രവുമല്ല ഈ സേനാ വിഭാഗങ്ങൾ തന്നെ ഓൾട്ടർ ചെയ്താണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മാറി മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയായി വരുന്നതേയുള്ളൂ. ആ ഒരു പശ്ചാത്തലമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്
ഈ സ്ഥലപരിചയമുള്ള ആളുകളെ കൂടി രക്ഷാദൌത്യത്തിന് വേണ്ടി കടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ ശ്രമകരമായ ദൌത്യത്തിലേക്ക് കടന്നു പോകുന്ന അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും NDRFന്റെ ഉദ്യോഗസ്ഥർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഒപ്പം അയക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് ഫലം കാണുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ സംശയമുള്ള അല്ലെങ്കിൽ പ്രധാനമായി 6 സോണുകളായി തിരിക്കുന്നു. 6 സോണുകളിൽ ഓരോ ഭാഗങ്ങളിലും മണ്ണും കല്ലും മാറ്റി നോക്കി അവിടെ മനുഷ്യമാംസം ഇല്ല, ശരീരഭാഗങ്ങളൊന്നും ഈ മണ്ണിൽ ജീർണിച്ച നിലയിലില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഏറ്റവും ദുഷ്കരമായ ഒരു ദൌത്യത്തിന്റെ തന്നെയായിരിക്കും ഇന്ന് രാവിലെ 8 മണി മുതൽ ബെയിലി പാലത്തിന് സമീപത്ത് നിന്ന് തുടക്കം കുറിക്കുക. അവിടെ നിന്നായിരിക്കും മുകളിലേക്ക് പിന്നീട് ഏറ്റവും ആദ്യമെത്തുന്ന ചൂരൽമലയിൽ നിന്ന് ആദ്യമെത്തുന്ന മുണ്ടക്കൈ മസ്ജിദ് റോഡ്, അവിടെ നിന്ന് പുഞ്ചിരിമട്ടം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ബസ്സുകളിലാണ് മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് വന്ന് ഇറങ്ങുന്നത്. സ്വാഭാവികമായി 8 മണിക്കും 9 മണിക്കും ഇടയിൽ കൂടുതൽ ആളുകൾ എത്തും. 9 മണിക്ക് ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി മുഴുവൻ ആളുകളെയും ബെയിലി പാലത്തിലൂടെ ഈ സംഭവമുണ്ടായ ദുരന്ത ഭൂമിയിലെ കരളലിയിക്കുന്ന കാഴ്ചകളിലേക്ക് അവിടുത്തെ ഏറ്റവും ഈ ദുഷ്കരമായ ദൌത്യം നടത്തേണ്ട സ്ഥലങ്ങളിലേക്ക് ചെറു സംഘങ്ങളായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അയക്കുന്ന ഒരു നടപടിയിലായിരിക്കും നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. ഉറ്റവർക്ക് വേണ്ടി അവർ ഇറങ്ങുകയാണ്, തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർ ഇറങ്ങുകയാണ്. അതുമാത്രമല്ല, ഇപ്പോഴും 2 ആഴ്ച പിന്നിട്ടു വയനാട് ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോൾ പോലും ആ നാടിനെ ചേർത്ത് പിടിക്കുകയാണ്. ഡാൻ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എവിടേക്ക് എത്തുന്നു, സന്നദ്ധ പ്രവർത്തകരെത്തുന്നു. അവരെ എത്രമാത്രം കൈകൂപ്പി വണങ്ങിയാൽ മതിയാവില്ല ഈ മലയാളത്തിന്. കാരണം അത്രമാത്രം ഇപ്പോഴും 2 ആഴ്ച പിന്നിട്ടിട്ട് പോലും ആ നാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, ആ നാട്ടിലെ ആളുകളെ കണ്ടെത്താൻ വേണ്ടി പേരെന്തെന്നോ ഊരേതെന്നോ പോലും അറിയാത്ത കുറേ ആളുകൾ അവിടേക്ക് എത്തുകയാണ്. അവർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആ നാടിന് വേണ്ടി, ആ നാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എത്തുന്ന കുറേ ആളുകളെയും നമുക്ക് അതിൽ നിന്ന് കാണാം. ഒപ്പം തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങുന്ന, ഉറ്റവരെ തേടി ഇറങ്ങിയ കുറേ സാധാരണക്കാരായ നിസ്സഹായരായ മനുഷ്യരെയും നമുക്ക് അവിടെ കാണാം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത്? ഒപ്പം ഈ തിരച്ചിൽ, ഈ ജനകീയ തിരച്ചിൽ ഇനിയും വരും ദിവസങ്ങളിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്ന് വരെ ഈ വയനാട് കാണാതായവർക്കായുള്ള തിരച്ചിൽ ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ഡാൻ, എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഏതാണ്ട് 133 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആളുകളെ കണ്ടെത്താനുള്ളത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അവിടെ പ്രധാനമായി ലഭിക്കുന്ന ഉത്തരം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ നിന്നുള്ളവരാണ് കൂടുതലായി, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ നിന്നുള്ളവരാണ് കൂടുതലായി ഈ ദുരന്തത്തിന് ഇരകളായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും കാണാനുള്ളത് ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ളവരെയാണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലങ്ങളിലേക്ക് വ്യാപകമായി തെരച്ചിൽ നടത്തുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയധികം ദിവസം പിന്നിടുമ്പോഴും ഈ രക്ഷാദൌത്യം ഇങ്ങനെ തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓരോ ബന്ധുക്കളും വളരെ വൈകാരികമായിട്ടാണ്, ഓരോ ആളുകളും വളരെ വൈകാരികമായിട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടവരെ തേടി ഇപ്പോഴും അലയുന്നത്. സ്വാഭാവികമായി അവരുടെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഏത് വിധേനയും അവരെക്കുറിച്ചൊരു സൂചന, അവസാന ശ്രമവും നടത്തി കണ്ടെത്തുക എന്നൊരു നീക്കം അതിന് പിന്നിലുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തുന്ന തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതായിരുന്നു ഒരു വളരെ പ്രതാപത്തോടെ തലയെടുപ്പോടെ നിന്ന വയനാടിന്റെ ചൂരൽമല എന്ന ആ ഒരു ചെറിയ ടൗൺഷിപ്പ്. അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ശോകമൂകമായ സ്ഥിതിയിലാണ്. ഇപ്പോഴും ദിവസങ്ങൾ ഇത്ര പിന്നിടുമ്പോഴും ആ കാഴ്ചകളുടെ അതുണ്ടാക്കുന്ന തീവ്രത, ആ വേദനയുടെ തീവ്രത അത് കുറയുന്നില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അത്രമാത്രം ദയനീയമായ കാഴ്ചകളിലൂടെയാണ്, ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി പുലർച്ചെ 2 നാട്, ഈ 2 ചെറിയ ടൗൺഷിപ്പുകൾ കടന്നുപോയത്. അതിന്റെ ആഘാതത്തിൽ നിന്ന് ഈ ജനങ്ങൾ ആരും ഇതുവരെ മോചിതരായിട്ടില്ല. അതിനിടയിലാണ് തങ്ങൾക്ക് ഏറെ സ്നേഹിച്ചിരുന്ന, തങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്ന 30ഓളം അല്ലെങ്കിൽ 133 പേർ, അവരാരാണെന്ന് ഇപ്പോഴും വ്യക്തമായ ധാരണകളില്ല. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഈ ചെറിയ കടകൾ, അല്ലെങ്കിൽ അവിടെയൊക്കെ മുഴുവൻ സർവ്വം മണ്ണും ചെളിയും കയറി നശിച്ച സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വീണ്ടും സ്ഥാപനങ്ങളൊക്കെ തുറന്ന് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നുമുണ്ട്. സ്വാഭാവികമായി ഇതിനകത്തൊക്കെ വലിയ തരത്തിൽ ചെളി അടിഞ്ഞ സ്ഥിതിയാണ്. നമുക്കറിയാം, കാഴ്ചകൾ
ഇതിനകത്തൊക്കെ വലിയ തരത്തിൽ ഇതൊരു വലിയ ഇവിടുത്തെ ഒരു ഈ ചെറിയ ടൗൺഷിപ്പിലെ ഒരു വലിയ സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിന്റെ അകത്ത് ഇപ്പോഴും ചെളി മാറിയിട്ടില്ല. പരമാവധി അതിന്റെ മുൻവശമൊക്കെ അവർ വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന്റെ അകത്തെ ദയനീയമായ കാഴ്ചകൾ അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. എന്താണ് ഇത്, നിങ്ങൾ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകുന്നുണ്ടോ അതോ ഇന്ന് ഈ തുറക്കണില്ല? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മള് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് തുറക്കുകയാണ്. അല്ല, നമ്മൾ ഫ്ലഡിന് 2 ദിവസം മുമ്പ്, ശരി, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് തുറക്കാനിരുന്ന ഒരു സ്ഥാപനമാണ്. മഴയായതുകൊണ്ട് നമ്മൾ 2 ദിവസം കൂടി നീട്ടി വെച്ചാണ്. അപ്പോഴാണ് ഫ്ലഡ് ഉണ്ടായത്. ഫുള്ള് ചളിയും വെള്ളമൊക്കെ കയറി. അതായത് ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങാനിരുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങളുടെ വീട് എവിടെയാണ്? നമ്മളിവിടെ തന്നെ നീലിക്കാപ്പില്. അപ്പൊ ഇതിന്റെ ഏത് ഭാഗം വരെയാണ്? ഇവിടം വരെ വെള്ളം കയറിയിട്ട് നമ്മൾ ഫുള്ള് ഇവിടെ വരെ വെള്ളം കയറിയായിരുന്നു. ഇവിടം വരെ ഇവിടൊക്കെ ചളിയും വെള്ളങ്ങളാണ്. നമ്മൾ സാധനമൊക്കെ ഇറക്കിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് ഇതിനകത്ത് വൈദ്യുതി ഉണ്ടോ? ഇപ്പോ ഇല്ല, വൈദ്യുതി കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതുപോലെ തന്നെയാണ് സമീപത്തെ മറ്റേ എല്ലാ കടകളും. ഇപ്പൊ ഈ കടകളൊക്കെ അടിച്ചു പൊളിച്ചു വന്ന് നമ്മളെ കടക്കാണ് ഇപ്പൊ കുറച്ച് വെള്ളം മാത്രമേ കയറിയിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് വെള്ളം മാത്രമേ കയറിയുള്ളൂ, മറ്റിടത്തേക്ക് ചളിയും വെള്ളം അതൊക്കെ പൊളിഞ്ഞു പോയി. ഫുള്ള് കടകൾ അവിടെ ഉള്ളതൊക്കെ പൂർണ്ണമായിട്ട് കടകൾ തന്നെ തകർന്നു പോയി. അപ്പൊ ഈ നാശനഷ്ടം എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്? അതിനെ നോക്കിയായിരുന്നോ? ഇതിനകത്ത് കയറിയിട്ടില്ല. ഞാൻ ഇപ്പൊ വന്ന് തുറക്കണുള്ളൂ. അതായത് ഇതിന് ശേഷം ആദ്യമായിട്ട് ഇന്നാണ് തുറക്കുന്നത്, ഈ ദുരന്തത്തിന് ശേഷം? ഓക്കെ. അപ്പൊ ഇന്ന് ഇതിങ്ങനെ തുറക്കുന്നത് ഈ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാനാണോ അതോ? അല്ല, ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നാണ്. ഓക്കെ. അപ്പോൾ അത് തന്നെയാണ്, അതായത് ഈ ദുരന്തമുണ്ടായി ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആദ്യമായി ഇവിടെ തുറക്കാനിരുന്ന, ഏറെ പ്രതീക്ഷയോടെ ദുരന്തമുണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് ഏറെ പ്രതീക്ഷയോടെ തുറന്ന് പ്രവർത്തിക്കാനിരുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. താങ്കളുടെ പേരെന്താണ്? ഷമീർ. അപ്പോൾ ഷമീർ നീലക്കാപ്പ് സ്വദേശിയാണ്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ആരംഭിക്കാനിരുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് മഹാദുരന്തം ഈ 2 ടൗൺഷിപ്പുകളെ തൂത്തെറിഞ്ഞത്. ആ പ്രതീക്ഷകൾ അദ്ദേഹം എത്രമാത്രം ആഗ്രഹത്തോടെയായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ ആഗ്രഹിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ വ്യക്തമാകും. ഇതിന് സമീപത്തുള്ള മറ്റ് സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായി തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഈ പ്രളയം അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തം. പക്ഷേ ഇവിടെ ഇങ്ങനെ ശേഷിക്കുന്നു എന്നത് മാത്രമാണ് ചെറിയൊരാശ്വാസം. പക്ഷെ ഇപ്പോഴും ഈ മണ്ണും ചെളിയും കയറിയതിന്റെ, ഈ വെള്ളം കയറിയതിന്റെ പാടുകളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിന്റെ അകത്തെ ഒരു വശം വരെ ഇപ്പോഴും ഇങ്ങനെ മണ്ണും ചെളിയുമൊക്കെ നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലൊരു സഹായം ഇതിനോടകം നിങ്ങൾക്ക് ലഭിക്കും, ഇതൊക്കെ ഒന്ന് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ, അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതുവരെ അതിന് കണക്കും കാര്യങ്ങളും കൊടുത്തിട്ടുമില്ല. നമ്മളിപ്പോ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഈ 12 ദിവസം ഉണ്ടായത്. നമ്മൾ രാവിലെ വരും, പോലീസുകാരപ്പോൾ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അവിടെ കൺട്രോൾ റൂമിൽ കുറെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഡ്യൂട്ടി എനിക്ക് ഉണ്ടായത്. അപ്പൊ അത് ചെയ്യും രാവിലെ. തനിയെ തുടങ്ങാനിരുന്ന സ്ഥാപനം എന്റെ ഒരു സുഹൃത്തും ഉണ്ട്. ഞങ്ങൾ 2 പേരും. ഞങ്ങൾക്ക് ഇവിടെ ഒരു കട ഇവിടെ വേറെ ഉണ്ട്. അതിലും ഫുള്ള് ചളിയും വെള്ളം കയറി കിടക്കുന്നു. അപ്പൊ അതിനുശേഷം ആദ്യമായിട്ട് തുറന്നു നോക്കാൻ എത്തിയത്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയായിരുന്നു ഷോപ്പ്. അപ്പൊ 2 ദിവസം ഫ്ലഡിന് 2 ദിവസം മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മഴ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. നമുക്ക് ഓൾറെഡി റണ്ണിങ് ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുന്നു വെക്കണം, തുടങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കണം. എൻ്റെ ഒപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിന്റെ വീടാണിത്. അവന്റെ ഉമ്മ, ഉപ്പ, പെങ്ങളെ കുട്ടി ഒക്കെ ഈ ഫ്ലഡിൽ പോയി. അപ്പോൾ അതിന്റെ ഒരു ഇതും കൂടി ഉണ്ട് ഞങ്ങൾ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പം. ഞങ്ങളെല്ലാവരും ഉണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ആ ദുഃഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും പുറത്തു വരാൻ കഴിയട്ടെ. സ്വാഭാവികമായി ആ ഒരു വലിയ ആ ദുരന്തം നേരിട്ടതിന്റെ ആഘാതം അവരുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അത് മനസ്സിൽ കടിച്ചു അമർത്തിക്കൊണ്ടാണ് അവരെല്ലാവരും ഈ രക്ഷാദൌത്യത്തിന് വേണ്ടി കഴിഞ്ഞ 12 ദിവസത്തിലധികമായി ഈ മേഖലകളിൽ തുടർച്ചയായി ഈ കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലടക്കം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഈ മേഖലകളിലേക്ക് കൂടുതൽ ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ അവർക്ക് കൃത്യമായി ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബെയിലി പാലത്തിന് സമീപത്തേക്ക് എത്തുന്നത്. അവിടെ വെച്ച് അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇതിന് തൊട്ട് സമീപത്തെ ചൂരൽമലയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം
തുടങ്ങിയ മേഖലകളിലേക്ക് അവർ ചെറുസംഘങ്ങളായി തിരിയുക. അവർക്ക് നേതൃത്വം നൽകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനയിലെ പരിശീലനം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരും NDRFന്റെ ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെയാണ്. സ്വാഭാവികമായി അങ്ങനെ നടത്തുന്ന ഒരു തെരച്ചിലൂടെ മാത്രമേ ഇനി ഏതൊക്കെ മേഖലകളിലുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആളുകളെയാണ് കൂടുതലായി കാണാതായിരിക്കുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചകൾ എത്തിച്ചേർന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം അങ്ങനെ നടത്തിയ തെരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തുന്നത് ഫലം കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഒരു തെരച്ചിലിന് വേണ്ടി മാറ്റിവെക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് കൂടി അവർ എത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്നത് പോലെ ഇങ്ങനെയൊരു ജനകീയ തെരച്ചിലിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതും. സ്വാഭാവികമായി ഇനി കാലാവസ്ഥ കൂടി അനുകൂലമായാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ തെരച്ചിൽ ഫലം കാണുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. നമുക്കറിയാം ഈ ചൂരൽമലയിലെ ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഈ ചതുപ്പ് നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് മാറി ആ ചെളിയൊക്കെ ഉണങ്ങി അത് താഴേക്ക് വീഴുന്നുണ്ട് പല ഭാഗങ്ങൾ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നത്. കാരണം ഈ സ്ഥാപനങ്ങളൊന്നും അതിനുശേഷം ഇതുവരെ തുറക്കാൻ പോകുന്നതേയുള്ളൂ. അതിനു മുമ്പ് പുറത്തു നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണെങ്കിൽ അതിനകത്തെ കാഴ്ചകൾ ഇതിനേക്കാൾ ദയനീയമായിരിക്കും. അത് കാണാനുള്ള ഒരു മനക്കെട്ട് ഇല്ലാത്തത് കൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഉടമകൾ പലരും ഈ സ്ഥാപനങ്ങളൊന്നും പിന്നീട് അതിനുശേഷം തുറന്നിട്ടേയില്ല. പലരും ഇനി ഒരിക്കലും അത് തുറക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഭവ്യ, തീർച്ചയായും ഡാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഷബീറിനെ പോലെ അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയ ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ. ഒരുപാട് പ്രതീക്ഷകളുമായി ഒരുപാട് സ്ഥാപനങ്ങൾ പുതുതായി കെട്ടിപ്പടുത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ പലരും ഡാൻ പറഞ്ഞതുപോലെ ഇന്നില്ല. അത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല, നാടിന്റെ മുഴുവൻ സാഹചര്യമാണ്. MJ മിഥുൻ കൂടി ചേരുന്നുണ്ട്. MJ മിഥുൻ ബെയിലി പാലത്തിന് സമീപമാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, അവിടെ ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചു. ഏതു തരത്തിലാണ് ഇന്നത്തെ തിരച്ചിൽ അവിടെ തുടങ്ങുക? ഭവ്യ, ബെയിലിപ്പാലം വഴി ഈ ചൂരൽമലയിലേക്കും ഒപ്പം തന്നെ മുണ്ടക്കൈ, അട്ടമല, ഒപ്പം തന്നെ പുഞ്ചിരിമറ്റം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകളെ കയറ്റിവിടുന്നേ ഉള്ളൂ. ഇപ്പോൾ NDRFന്റെ ഒരു സംഘം മാത്രമാണ് അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ബെയിലിപ്പാലത്തിന് സമീപം ചില സേനാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും തന്നെ ഇന്നില്ല. അവർ പൂർണ്ണമായും ഇവിടുന്ന് മടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ NDRFന്റെ ഒരു ടീം മാത്രമാണ് അകത്തേക്ക് പോയിട്ടുള്ളത്. 8 മണി മുതലാണ് ഈ ഒരു തെരച്ചിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ പുറത്ത് റെഡിയാണ്. അവർ ഓരോ ടീമായി അവർ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രദേശവാസികളുണ്ട്, മേപ്പാടിയിൽ നിന്നുള്ള പ്രദേശവാസികളുണ്ട്, ഒപ്പം തന്നെ മറ്റ് വയനാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം ജനകീയ തെരച്ചിലാണ്, അവർക്ക് കൂടുതൽ അറിയാവുന്ന ആളുകൾ, ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഇവിടേക്ക് വന്ന് തെരച്ചിൽ നടത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുള്ള ആളുകൾ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവരുടെ പേരുവിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8 മണിയോടുകൂടി ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഓരോ ടീമായി ഇങ്ങനെ അകത്തേക്ക് കയറ്റിവിടും. ഈ ഓരോ ടീമിനൊപ്പവും NDRFന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരും അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന മുണ്ടക്കൈ ഒപ്പം ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ നടത്തിയപ്പോൾ അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു, ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ സൂചിപ്പാറ അടക്കമുള്ള മേഖലയിൽ ഇന്നും എയർലിഫ്റ്റിംഗ് വഴി, അതായത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തും. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിനും ഭാഗങ്ങളിലായി 6 കിലോമീറ്റർ ഭാഗങ്ങളിൽ ഇന്ന് തെരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ 13 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണ്. നേരത്തെയൊക്കെ വലിയ രീതിയിൽ ഈ ഒരു ചെളി കലർന്ന രീതിയിലായിരുന്നു വെള്ളത്തിന്റെ ഒരു ഒഴുക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ ഇന്നത് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും ഇവിടെ നിന്ന് ഹിറ്റാച്ചികളും ഒക്കെ തന്നെ പലരും പല സംസ്ഥാനങ്ങളിൽ നിന്നും വിട്ടു നൽകിയിട്ടുള്ള ഹിറ്റാച്ചികളും
ക്രെയിനുകളും JCBകളും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവയൊക്കെ ഇപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെ ഈ ഭാഗങ്ങളിൽ ഈ ചൂരൽമലയുടെ ഈ പറയുന്ന ബെയിലി പാലത്തിന് സമീപമുള്ള ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായും തെരച്ചിൽ അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടത്തിയിരുന്നു. അവിടെ 100% ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇവിടുത്തെ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഇവിടെയാണ്. ഈ ബെയിലി പാലത്തിലൂടെ നടന്ന് തൊട്ടപ്പുറത്ത് കാണുന്ന ചൂരൽമലയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി. അവിടെ പോയി പല പ്രദേശങ്ങളിലും ഈ ദുരന്തം ബാധിച്ചിട്ടുള്ള പല മേഖലയിലും പല പ്രദേശങ്ങളിലും അദ്ദേഹം സന്ദർശിക്കുകയും ഒപ്പം തന്നെ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ADGPമാർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്തതാണ്. അങ്ങനെ നേരിട്ടെത്തി അദ്ദേഹം കൃത്യമായി ഈ സ്ഥലത്തെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുകയും ചെയ്തു. കൂടാതെ വ്യോമ നിരീക്ഷണം അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പവും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പവും സുരേഷ് ഗോപിക്കൊപ്പവും നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഭാഗങ്ങളിൽ പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഈ ഭാഗങ്ങളിൽ എത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ കൂടി പിന്നീട് ഈ റിവ്യൂ മീറ്റിംഗിൽ അദ്ദേഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നു. അതിലൂടെ തന്നെ അദ്ദേഹം നടത്തിയ ഈ ഒരു വ്യോമ നിരീക്ഷണത്തിൽ അദ്ദേഹം കണ്ട പ്രദേശങ്ങൾ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഒപ്പം തന്നെ വെള്ളാർമല, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നേരത്തെ എങ്ങനെയാണ് ുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അത് ഈ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ കൂടി അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുത്തത്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് അത്തരത്തിൽ അത്രയും വലിയ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു മേഖല, അത്രയും അതിമനോഹരമായിട്ടുള്ള 2 ചെറു ഗ്രാമങ്ങൾ, അവയെല്ലാം തന്നെ അവിടെ നിരവധി എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, ലയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ നിരവധി അതിഥി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു. ഇവയൊക്കെ തന്നെ പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനകീയ തെരച്ചിൽ എന്ന് പറയുന്നത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്ന സ്ഥലങ്ങളിലെത്തി അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി പരിശോധിക്കുക, അവിടുത്തെ കല്ലും മണ്ണും മാറ്റുക എന്നുള്ള സമഗ്രമായ ദൗത്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 40 അടിയോളം താഴ്ചയിൽ ഇങ്ങനെ മണ്ണ് കൂനകൂനയായി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്തരത്തിൽ വലിയ പാറകഷ്ണങ്ങളുമൊക്കെയാണ്. അവയൊക്കെ നീക്കം ചെയ്യുന്നതിനൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. സാധാരണഗതിയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാവിലെ നല്ല മഴ അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഒരു 10 മണിയോട് 9 മണി 10 മണി ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും ആകാശം തെളിഞ്ഞ രീതിയിൽ വരും, വെയിലുണ്ടാകും. അങ്ങനെ പിന്നീട് രക്ഷാദൌത്യത്തിൽ അതൊരു വലിയ ആശ്വാസകരമായി മാറും നമ്മൾ കാണുകയും ചെയ്ത. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയൊന്നുമില്ല, തെളിഞ്ഞ ആകാശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രകൃതി കൂടി കഴിഞ്ഞുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ വീണ്ടും അടുത്ത സംഘത്തെ കയറ്റിവിടുകയാണ്. അതിൽ NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും സംഘങ്ങളാണ് ഇപ്പോഴുള്ളത്. അവരെ ഓരോ ടീമുകളായി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇവരെ ഓരോ റീജിയൻ കേന്ദ്രീകരിച്ച്, അതായത് 6 സെക്ടറായി കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ കൃത്യമായി NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും 20 അംഗങ്ങൾ ഉണ്ടാകും. അതിനു പുറമെ ഈ പറയുന്ന സന്നദ്ധ സംഘടനകളിൽപ്പെട്ട പ്രവർത്തകർ 20 പേരുണ്ടാകും. ഒപ്പം തന്നെ ഈ സമീപവാസികൾ, പ്രദേശവാസികൾ അടങ്ങുന്ന 20 പേരുണ്ടായി. അങ്ങനെ 60 പേരടങ്ങുന്ന ഒരു ടീമാണ് ഒരു സെക്ടറിൽ പരിശോധന നടത്തുന്നത്. അങ്ങനെ 6 സെക്ടറുകളിലായി ആണ് ഇന്നത്തെ പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് ഈ പ്രദേശങ്ങളിൽ മാത്രം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഒപ്പം തന്നെ വെള്ളാർമല, ചൂരൽമല, ഈ 4 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു 60 അംഗ ടീമിനെ വെച്ചുകൊണ്ട് 6 സെക്ടറായി തിരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. ഇതിനു പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് കീഴിൽ അത് വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൽ 3 എണ്ണം എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ പിന്നീട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററിന് എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റാതെയും ഒപ്പം തന്നെ ഈ ബോഡി വീണ്ടെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെയും പോയി. പിന്നീട് ഇവർ ഹെലികോപ്റ്റർ മാർഗം അവിടെ എത്തി ആ ബോഡി കൂടി വീണ്ടെടുക്കുകയും എയർലിഫ്റ്റ് ചെയ്ത് കൃത്യമായി എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ്. അവിടെ നിരവധി ഭാഗങ്ങളിൽ മൃതദേഹങ്ങളുണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം തന്നെ ശരീരഭാഗങ്ങളുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുള്ള കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. കാരണം അവിടെ നിരവധി ഭാഗങ്ങളുണ്ട്. ഏകദേശം ഒരു 30 കിലോമീറ്റർ ഭാഗം ഈ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ കാന്തൻപാറ വെള്ളച്ചാട്ടം വരെയുണ്ട്. അവിടെ കൃത്യമായ പരിശോധന നടത്തുന്നത്. ഇതുവരെയും 10
കിലോമീറ്റർ ദൂരത്ത് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അത്രയും വലിയ ദുർഘടമായിട്ടുള്ള ഒരു കൊക്ക പോലെ അവിടെ റോപ്പിട്ട് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങാൻ പറ്റൂ. മറ്റു വഴികളിലൊന്നും തന്നെ അവിടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം, അത്തരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ്, അവിടേക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മാത്രമേ റോപ്പ് ഉപയോഗിച്ച് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വലിയ ശ്രമകരമായി അവിടെ വലിയ ദുർഘടം പിടിച്ച ഏരിയയിലേക്ക് റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങിയാണ് ഈ ഒരു ദൌത്യം നേതൃത്വം നൽകുന്നത്. അതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ NDRFന്റെ സംഘമുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സംഘമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരെല്ലാം തന്നെ ഒത്തൊരുമയോടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഇപ്പോഴും മുഴങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നും വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഈ ഒരു തെരച്ചിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് മന്ത്രിതല ഉപസമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ മന്ത്രി കെ രാജനുമായും PM മുഹമ്മദ് റിയാസുമൊക്കെയായി സംസാരിച്ചപ്പോഴും അവർ പറയുന്നത്, കാരണം ജനങ്ങൾ ഇറങ്ങി, കാരണം ഇനി ഔദ്യോഗിക കണക്ക് പ്രകാരം 130 പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് സർക്കാരിന്റെ കണക്ക് മാത്രമാണ്, പ്രദേശവാസികൾ നൽകുന്ന കണക്ക് മറ്റൊന്ന് തന്നെയാണ്. കാരണം ഇതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നിലവിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെയും ഒരു ചിത്രത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എത്രത്തോളം വീടുകളുണ്ടായിരുന്നു, എത്രത്തോളം ആളുകളുണ്ടായിരുന്നു, ഒപ്പം തന്നെ എത്രത്തോളം പേർ ഇവിടെ തൊഴിൽ നോക്കിയിരുന്നു, അതിൽ തൊഴിലാളികൾ എത്ര പേരുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും തന്നെ നിലവിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഇതിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്, അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ വീടുകളിലും, അതായത് നിലവിൽ ഈ ഒരു അപകടം പറ്റിയിട്ടുള്ള ഈ മേഖലകളിൽ ചെന്ന് അവിടെ ഭാഗികമായി പൊളിഞ്ഞ വീടുകളുണ്ട്, ഒപ്പം തന്നെ മറ്റ് രീതിയിൽ ഒന്നും തന്നെ ഈ ഒരു ദുരന്തം ബാധിക്കാത്ത ചില മേഖലകളുണ്ട്. ഈ മുണ്ടക്കൈ പ്രദേശത്തെ ഭാഗങ്ങളിലുള്ള വീടുകളുണ്ട്, അവിടെയൊക്കെ ചെന്ന് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ പലരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, ഒപ്പം തന്നെ ബന്ധുവീട്ടുകളിലേക്ക് മാറിയിട്ടുള്ളവരുണ്ട്. അവരെ ഒക്കെ ചെന്ന് കണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം പലർക്കും ഈ ദുരന്തം നേരിൽ കണ്ടതിന്റെ ആ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്കെല്ലാം കൌൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചിലരൊക്കെ തന്നെ അവരുടെ വീടുകൾ കാണുന്നതിന് വേണ്ടി, ഈ ഒരു പ്രദേശം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഇന്ന് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്നതനുസരിച്ച്, അവർക്ക് ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ച് അവിടെ ആരാണോ താമസിച്ചത്, അവിടെ ഏത് വീടായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ എത്രത്തോളം വീടുണ്ടായിരുന്നു, അവിടെ അവരുടെ പേര് വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് തേടിയതിനു ശേഷമാണ് ആ ഭാഗങ്ങളിൽ അവർ തെരച്ചിൽ നടത്തുന്നത്. കൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിലും കിണറടക്കമുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. കാരണം കിണലിലേക്കൊക്കെയോ വല്ലതും വീണിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ നിന്ന് മണ്ണ് മാറ്റി. അത് കൃത്യമായി ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഏകദേശം ഒരു ധാരണ, ഏകദേശം ഒരു സൂചന നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ താൽക്കാലിക ബെയിലിപ്പാലം അത് തന്നെയാണ് തുടക്കം മുതൽ ഈ ഒരു രക്ഷാദൌത്യത്തിന് വലിയ സഹായമായത്. കാരണം ക്ഷണനേരം കൊണ്ട് അവർ ഈ ബെയിലിപ്പാലം പടുത്തുയർത്തി. അതിനു മുമ്പ് അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒരു സമുചിതമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. കാരണം സൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ നൂറുകണക്കിന് ആളുകളെ ഈ ഒരു ചൂരൽമലയിൽ നിന്ന് മറു സൈഡിലേക്ക്, നമ്മൾ ഈ കാണുന്ന ബെയിലിപ്പാലത്തിന്റെ മറു സൈഡുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. റോപ്പ് ഉപയോഗിച്ച്, റോപ്പ് കെട്ടി, നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ അന്ന് കണ്ടതാണ്. ഒരു കൊച്ചുകുട്ടിയൊക്കെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ മറു സൈഡുകളിലേക്ക് റോപ്പിലേക്ക് വരുന്ന ഒരു കാഴ്ച എവരെയും കണ്ണീരരിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. അത്തരത്തിൽ അവർക്കും നിരവധി അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വരും മണിക്കൂറുകളിൽ നമ്മളത് അവരിൽ നിന്നുള്ള അനുഭവങ്ങളിലേക്കൊക്കെ എത്തിക്കും. കാരണം ഇത്രയും ദിവസമൊക്കെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അവർ നിൽക്കുകയാണ്. ഒരു ദിവസം 600 പേരാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗമായി ഇവിടെ ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമാകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം. ഓരോ സ്ഥലങ്ങളിലും അവർ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു മുഷിപ്പോ അല്ലെങ്കിൽ മറ്റൊന്നും തോന്നാത്ത തരത്തിൽ കൃത്യമായി തന്നെ ഈ ഒരു രക്ഷാദൌത്യത്തിന് അവർ നേതൃത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇപ്പോഴും 100-ലധികം പേരെ അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. അത്തരത്തിൽ ആളുകളൊക്കെ എവിടെയാണ്, മണ്ണിനടിയിൽ, അവരെ കുറിച്ച് ഒരു വിവരവുമില്ലാത്തൊരു സാഹചര്യം. എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ ഇത്രമാത്രം ആളുകളെ കാണാതായൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്നത് വലിയ സംശയമാണ്. അത്തരത്തിലടക്കം 100-150-ലധികം ആളുകളെ അവിടെ ഇനിയും കണ്ടെത്താനുണ്ട്. ആ തിരച്ചിൽ ഇനിയും തുടരുമെന്ന് സർക്കാർ പറയുന്നത് തീർത്തും സ്വാഗതാർഹമാണ്. അവരിലേക്ക് എത്താൻ, 100-ലധികം ആളുകളിലേക്ക് അവരെയും കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ സർക്കാരിന്. മിഥുൻ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോഴും ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന വീടുകളിലുള്ള മൃഗങ്ങളാണ്, അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെയാണ് മണ്ണിനടിയിൽ പോയത്. അപ്പോൾ ഈ മൃഗങ്ങളെ ആരെങ്കിലും സംരക്ഷിക്കാൻ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത് ഒരുപാട് മൃഗങ്ങളിൽ അലഞ്ഞു നടക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
ഭവ്യ, അതായത് നിരവധി പശുക്കളാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ സമീപത്ത് ഈ അട്ടമല എന്ന പ്രദേശത്തിൽ നിരവധി എസ്റ്റേറ്റ് ലയങ്ങളുണ്ടായിരുന്നു. അവിടെ ജോലി നോക്കുന്ന ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ പലരും ഈ ഒരു ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പലരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവരിൽ പലരും ഈ ഒരു അതായത് ഓരോ ദിവസവും വേതനം കണ്ടെത്തിയിരുന്നത് ഈ ഒരു പശുക്കളെ വളർത്തിയും അതിന്റെ പാലുകൾ വിറ്റുമൊക്കെയാണ് അവർ നിത്യവേതനം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ആ പശുക്കളൊക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലധികം ഇവരുമായിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അതായത് ഇവിടുത്തെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിൽ കൂടുതൽ ഇതിനും എത്രയോ അധികം പശുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന ഇത്രയും മാത്രമാണ് ബാക്കിയുള്ളത്. ഒപ്പം തന്നെ മുകളിൽ മുണ്ടക്കൈ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ അലിഞ്ഞു നടക്കുന്ന പശുക്കളുണ്ട്. പക്ഷേ കൃത്യമായി ഉദ്യോഗസ്ഥർ ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. പക്ഷേ ഇവയെ വളർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ ഇതുവരെ ആരും എത്തിയിട്ടില്ല. പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ചിലർ അവരുടെ അതാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അവർ തിരികെ ഇവിടേക്ക് എത്തി ഇതിന് ഭക്ഷണമൊക്കെ നൽകുന്നുണ്ട്. രാവിലെ വന്ന് എന്നിട്ടാണ് പിന്നീട് ക്യാമ്പിലേക്ക് മടങ്ങിപ്പോകുന്നത്. പക്ഷേ ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് ഇതിനെ മാറ്റിപ്പാർപ്പിക്കാനോ അതിനുള്ള സംവിധാനമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും സർക്കാർ വൃത്തങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നിലവിൽ ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്. ഇവയെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കറവ പശുക്കളാണ്. കാരണം ഇതിന്റെ പാല് കറന്നെടുത്തില്ല എങ്കിൽ അതിന് വലിയ രോഗസാധ്യതയുണ്ട്. രോഗം സംഭവിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതിനൊക്കെ വേണ്ടി കൃത്യമായ ആളുകളെത്തി ഇതിന്റെ കറവ അത് കൃത്യമായി കറന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയും ചെയ്തതാണ്. എന്തായാലും അത്തരത്തിൽ ഇതിനെ സംരക്ഷിക്കുന്ന ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൃത്യമായി നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായി ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ആളുകൾ, അതായത് റവന്യൂ വകുപ്പിന്റെ അധികൃതർ എത്തി നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരും. ആ സമയത്തൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കും വലിയ വിഷമമൊക്കെയാണ് തോന്നുന്നത്. കാരണം നമ്മളെപ്പോലെ ഒരു സഹജീവിയാണ്. അത്തരത്തിൽ നമ്മളെ കൊണ്ടാവുന്ന ഫുഡും ഒപ്പം തന്നെ ഇവർ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതും ഈ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ കൃത്യമായി അവർക്കൊക്കെ ഈ ഒരു നിൽക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ആളുകളൊക്കെ നമുക്കൊപ്പം ഉണ്ട് ഇന്ന്. കാരണം തുടക്കം മുതൽ തന്നെയുള്ള ആളുകളാണ് ഇവിടെ എത്തി പല മേഖലകളിലും ഒക്കെ എത്തി ഇങ്ങനെ തെരച്ചിൽ നടത്തുന്നതാണ്. ഇന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്? ഏത് മേഖലയിലാണ് തെരച്ചിൽ? മുണ്ടക്കൈ ഭാഗങ്ങളിലാണ് എന്ന് ഞങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഏത് ഭാഗങ്ങളിലായിട്ടാണ്, അതായത് എത്രത്തോളം നേരം സ്ഥലങ്ങളിൽ ഞങ്ങളോട് ടൈമും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ ഒന്ന് സെർച്ച് ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന് 2 പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് വിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കല്ലും മണ്ണൊക്കെ മാറ്റി സെർച്ച് ചെയ്യാൻ അങ്ങനെയാണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഭൂമിന്റെ അടിയിലേക്ക് ഇന്ന് കുറച്ച് 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് കിട്ടിയ ബോഡികൾ എന്ന് പറഞ്ഞാൽ ഈ ബാർപ്പിന്റെ അടിയിൽ കോൺക്രീറ്റിന്റെ അടിയിലായിരുന്നു ബോഡികൾ. അതൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതും ബോഡികൾ എടുത്തതും. അതേപോലെയാണ് ഇന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തുടക്കം മുതൽ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ നമുക്കറിയാം കരളിലിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെ കാണുമ്പോൾ പറഞ്ഞാലത് വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബോഡികളൊക്കെ കിട്ടുമ്പോൾ നമ്മളെ മനസ്സ് ആകെ തളർന്നു പോവുകയാണ്. ഫസ്റ്റ് ദിവസം 9 മണിയാകുമ്പോൾ വന്നൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വന്നപ്പോൾ ബോഡികൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ ബോഡികളൊക്കെ എടുത്ത് കൊടുത്തു. ലാസ്റ്റ് ഒരു സ്ത്രീയുടെ കാല് നമ്മളെ കൈ കിട്ടി. അതിൽ നമ്മൾ മൊത്തം തളർന്നു പോയി. എന്നിട്ട് ഞാൻ 2 ദിവസം വന്ന് ഇവിടെ എല്ലാ വർക്കുകളിലും ഈ മിലിറ്ററിക്കാരോടെയും ഞങ്ങൾ കൂടി. പക്ഷേ സഹിക്കാൻ പറ്റാത്തൊരു ദുരന്തം. ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ അതിന്റെ തൊട്ട് പുറകിൽ ഇവരിറങ്ങി ഓടിയായിരിക്കും. പക്ഷെ അവരൊക്കെ കിടന്ന ആ മൃതദേഹത്തിന്റെ അവസ്ഥയൊക്കെ ചളിയിൽ പൂണ്ട് കിടന്നിട്ട് മനുഷ്യനെ, അതുമല്ല ഈ വന്ന ഭാഗത്തുള്ള ഒരു സംഗതി പോലും മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കോലത്തിലായിപ്പോയി. ദൈവം ഇന്ന് നമ്മളോട് കോപിച്ചതാണോ, ഈ ഭൂമി നമ്മളോട് കോപിച്ചതാണോ എന്നൊന്നും അറിയില്ല. കാരണം മിക്സിയിലിട്ട് എങ്ങനെയാണോ മനുഷ്യനെ അടിച്ചിട്ട് കൈയും കാലും ഒക്കെ വേർത്തിൽ വിടിഞ്ഞുപോയി ആ ഒരു കോലത്തിലായിപ്പോയി മനുഷ്യന്റെ അവസ്ഥ. എന്നുവെച്ചാൽ ഒരു മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കുട്ടിയുടെ മൃതദേഹം എടുക്കുമ്പോൾ മാത്രം ആ കുട്ടി മാത്രം ഒരു പുഞ്ചിരിയോടുകൂടിയുണ്ട്. ബാക്കി എല്ലാ മൃതദേഹങ്ങളും ഒരൊറ്റ ആളും ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു. നിങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കൊടുവള്ളിയാണ്. ഞങ്ങള് തരുവണപ്പുലിക്കാണ്, വയനാട്. നമ്മളിപ്പോ ഒരു 3 ടീമായിട്ടാണ് ഇതുള്ളത്. ബാക്കി പുറത്തുനിന്ന് ആള് വരുന്നുണ്ട്. വയനാട്, കോഴിക്കോട്, അതുപോലെ വടകര ഭാഗത്താണ് ഇന്ന് വരാനുണ്ട്. ഇനി ഏകദേശം 60ഓളം ആൾക്കാർ
അവിടെ വന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദിവസം കൂടി ഉണ്ടെന്ന് വല്ലതും പറയുന്നുണ്ട് ഇവര്? ഞാൻ എന്തെങ്കിലും കണക്ക് ഞങ്ങളെ കണക്കനുസരിച്ചിട്ട് ഇനിയും തിരയണമെന്നാണ്. കാര്യം ഇവിടെ നിന്നൊക്കെ കിട്ടിയ മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര എങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ചീഞ്ഞു കഴിഞ്ഞാൽ ശർക്കര എടുക്കണ എങ്ങനെ ആ കോലത്തിൽ മൃതദേഹങ്ങളായിട്ടുണ്ട്. കാര്യം 13-14 ദിവസമായല്ലോ. അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മളെ പ്രവർത്തകരെ പോയിട്ട് 3 ബോഡികൾ കണ്ടെത്തിയ ആ ഭാഗത്തൊന്നും ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്നും കൂടി തിരയണം. അതുപോലെ ഇനി ഒരുപാട് ബോഡികൾ കിട്ടാൻ ബാക്കിയുണ്ടല്ലോ ഇവിടെ. അപ്പൊ നമ്മൾ എത്രത്തോളം ഗവൺമെന്റ് ഇത് പറയുന്നു അതുവരെ ഞങ്ങൾ സഹകരിക്കുകയും ഞങ്ങൾ വരികയും പ്രവർത്തിക്കുകയും ചെയ്യും. കാര്യം ഈ വനത്തിന്റെ ഉള്ളിൽ എത്താത്ത ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാര്യം ഇവര് ഹെലികോപ്റ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ കഴിയില്ല. സാഹസികമായ രീതിയിൽ കയറൊക്കെ കെട്ടിയിട്ട് ഇറങ്ങാൻ പറ്റിയെങ്കിൽ മാത്രമേ അവിടേക്ക് ഇറങ്ങിയിട്ട് ചാനലുകാർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു ഭാഗത്താണ് ഇനി മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം വെച്ചാല് മിനിഞ്ഞാന്ന് നമ്മൾ അവിടെ തിരയിറങ്ങുമ്പോൾ അവിടെ നിന്ന് 3-4 മൃതദേഹങ്ങൾ കിട്ടി. ഇന്നലെ അത് എടുത്തുകൊണ്ട് വന്നല്ലോ. അപ്പൊ ആ മൃതദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതാണ്. പക്ഷെ ഇവര് നമുക്ക് ഈ മൃതദേഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ മൃതദേഹങ്ങൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടെ നമുക്ക് ചെയ്തു തന്നിട്ടേ കാര്യമുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഭവ്യ, അത്തരത്തിൽ ഇനി സർക്കാർ എത്രത്തോളം പറയുന്നു, എത്ര ദിവസം വേണം ഈ ഒരു സുരക്ഷാ ഈ ഒരു തെരച്ചിൽ, അതിന് എത്രയും നാൾ ഞങ്ങൾ സന്നദ്ധമായി ഇവിടെ ഉണ്ടാകുമെന്നുള്ള അഭിപ്രായങ്ങളാണ് ഓരോ സന്നദ്ധ സംഘടനകളും പറയുന്നത്. ഇപ്പോൾ ആളുകളെ ഇങ്ങനെ ഇപ്പോൾ ഓരോ സന്നദ്ധ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ ഇങ്ങനെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. അവർക്കൊപ്പം 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകളെ ഇവിടേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അവരിൽ നിന്നുള്ള പ്രതികരണം കൂടി നമുക്ക് അല്പസമയത്തിനകം തേടാൻ സാധിക്കുമെന്ന് കരുതുന്നു. എന്തായാലും കൂടുതൽ പേരെ അകത്തേക്ക് ഈ പേരുവിവരങ്ങളൊക്കെ ശേഖരിച്ചതിനു ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയുള്ള സമയമാണ്. ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ തെരച്ചിൽ ആരംഭിക്കാൻ. എന്തായാലും അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ അംഗങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഭവ്യ, തീർച്ചയായും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാത്തവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കൃത്യം 8 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കും. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആ മൃഗങ്ങളെയും, ഒരുപാട് മൃഗങ്ങളെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പശുക്കളെ കാണുന്നുണ്ട്. അവരെയും കൂടി ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കണം. കാരണം അതും ഇത്ര നാളും ആ നാട്ടിൽ ജീവിച്ച മൃഗങ്ങളാണ്.